ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദേശീയപാത വികസനം സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റാത്തതും സംസ്ഥാനത്ത് തന്നെ ഭൂമി വില രണ്ട് തരത്തിൽ നിജപ്പെടുത്തുന്നതുമെല്ലാം ഭൂമി ഏറ്റെടുക്കുന്നതിൽ സർക്കാരിന് ഏറെ തലവേദന സൃഷ്ടിക്കും. സർക്കാർ പിടിവെച്ച് ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർമ്മസമിതി പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ദേശീയപാത വികസനം കരമന കളിയിക്കാവിള മാതൃകയിൽ കോഴിക്കോട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് NH-17 ജനകീയ കർമ്മസമിതി കലക്ടറേറ്റ് മാർച്ച് നടത്തി. മുപ്പതിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് BSNL നോൺ എക്സിക്യൂട്ടീവ് ജീവനക്കാർ അഖിലേന്ത്യാ വ്യാപകമായി പണിമുടക്കി. ആദിവാസികൾക്കിടയിൽ സാക്ഷരത വളർത്തിയെടുക്കുന്ന ഉദ്ദേശത്തോടെ ആദിവാസി സാക്ഷരതാ ശില്പശാലയ്ക്ക് കോഴിക്കോട് തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത വികസനം കരമന കളിയേക്കാവിള മാതൃകയിൽ കോഴിക്കോട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് NH-17 ജനകീയ കർമ്മസമിതി കളക്ടറേറ്റ് മാർച്ച് നടത്തി. ദേശീയപാത രക്തസാക്ഷി ചേറോട് മണ്ണിൽ ലക്ഷ്മണന്റെ ഭാര്യ ലീല കലമുടച്ച് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനം ഉടൻ യാഥാർത്ഥ്യമാക്കുക, സർക്കാർ പിടിവാശി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർമ്മസമിതി നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പരിസരത്ത് സമാപിച്ചു. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് സ്ത്രീകൾ തലയിൽ കലവുമായി മാർച്ചിൽ പങ്കെടുത്തിരുന്നു. ദേശീയപാത സമര രക്തസാക്ഷി മണ്ണിൽ താഴെ ലക്ഷ്മണന്റെ ഭാര്യ ലീല കലമുടച്ച് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കരമന മുതൽ കളിയിക്കാവിള വരെ 46 കിലോമീറ്റർ ദേശീയപാത 30.2 മീറ്ററിൽ 4 വരിയാക്കി വികസിപ്പിക്കാൻ 9.8 കോടി രൂപ ചിലവിൽ ആണ് കരാർ നൽകിയത്. അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട മാർക്കറ്റ് വിലയും പുനരധിവാസവും നൽകി. ഇതേ മാതൃകയിൽ ദേശീയപാത വികസനം മറ്റ് ജില്ലകളിൽ കൂടി നടപ്പിലാക്കണം. ഭീമമായ കുടിയൊഴിപ്പിക്കലും അഴിമതിയും ടോളും പാരിസ്ഥിതിക ആഘാതവും സൃഷ്ടിക്കുന്ന 45 മീറ്റർ BOT ദേശീയപാത വികസനം പ്രതിസന്ധിയിലാക്കും. ദേശീയപാത അതോറിറ്റി 4 വരി പാതയാക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഇതിന് മീഡിയനും സർവീസ് റോഡും അടക്കം പരമാവധി 23 മീറ്ററിന് അപ്പുറം വേണ്ടിവരില്ല. സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 മീറ്റർ റോഡ് പണിയുമെന്ന് പ്രഖ്യാപിക്കുകയും 30 മീറ്ററിൽ 6 വരി പാതയുടെ ചിത്രസഹിതം പരസ്യം ചെയ്യുകയുമുണ്ടായി. പിന്നീടുള്ള സർക്കാരിന്റെ മലക്കം മറച്ചിലിൽ ദുരൂഹത നിലനിൽക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. മഹേഷ് ചോമ്പാല, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി, മനയത്ത് ചന്ദ്രൻ, റസാഖ് പാലരി, അബ്ദുറഹിമാൻ നരിക്കുനി, സാദിഖ് ഉള്ളിൽ, പ്രദീപ് ചോമ്പാല, അബ്ബാസ് ഹാജി എന്നിവർ നേതൃത്വം നൽകി. 30 ആവശ്യങ്ങൾ ഉന്നയിച്ച് BSNL നോൺ എക്സിക്യൂട്ടീവ് ജീവനക്കാർ അഖിലേന്ത്യാ വ്യാപകമായി പണിമുടക്കി. ഇതിന്റെ ഭാഗമായി മാനാഞ്ചിറ BSNL എക്സ്ചേഞ്ചിന് മുൻപിൽ ധർണ നടത്തി. BSNL എംപ്ലോയീസ് യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M വിജയകുമാർ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. 30 ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് BSNL നോൺ എക്സിക്യൂട്ടീവ് ജീവനക്കാർ അഖിലേന്ത്യാ വ്യാപകമായി പണിമുടക്കി. പണിമുടക്കിയ ജീവനക്കാർ കോഴിക്കോട് മാനാഞ്ചിറയിലെ BSNL ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ പ്രധാന ആവശ്യങ്ങളായ ബോണസ്, LTC, മെഡിക്കൽ അലവൻസ് എന്നിവ പുനഃസ്ഥാപിക്കുക, SC/ST വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ പ്രൊമോഷൻ പരീക്ഷയ്ക്കുള്ള അർഹത നിഷേധിക്കാതിരിക്കുക, ഒഴിവുവരുന്ന വിഭാഗങ്ങളിലേക്ക് യഥാസമയം നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത്. ഇതേ ആവശ്യങ്ങൾ മുൻപും മാനേജ്മെന്റിന് മുൻപിൽ സമർപ്പിച്ചിരുന്നുവെങ്കിലും ഗൌരവമായ ചർച്ചയോ പരിഹാരമോ ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് BSNL നോൺ എക്സിക്യൂട്ടീവ് സംഘടന ശക്തമായ പണിമുടക്കിലേക്ക് നീങ്ങിയത്. BSNL അഖിലേന്ത്യാ എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി MV വിജയകുമാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ 14,000 കോടി രൂപ നഷ്ടം വഹിച്ചുകൊണ്ട് ലാൻഡ് ഫോൺ സർവീസ് നടത്തുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് BSNL പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് BSNL സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ള വസ്തുത ഇവിടെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. KC ജയരാജൻ, M നാരായണൻ, MD ദേവസ്യ, MP കുഞ്ഞനന്ദൻ എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി.
ആദിവാസി സാക്ഷരതാ ശില്പശാല കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ആദിവാസികൾക്കിടയിൽ സാക്ഷരത വളർത്തിയെടുക്കുകയാണ് ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് റിസോർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി സാക്ഷരതാ ശില്പശാല കോഴിക്കോട് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആദിവാസി സമൂഹത്തിൽ മഹിളകൾക്കിടയിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാക്കിയെടുത്ത് അവരെ നമ്മളിലൊരാളാക്കി വളർത്തിയെടുക്കണമെന്ന് കമാൽ വരദൂർ അഭിപ്രായപ്പെട്ടു. നമ്മൾ അലങ്കാരപ്രദമായി പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മറ്റു പല കാര്യങ്ങളിലും നാം പുറകിലാണെന്നും കമാൽ വരദൂർ പറഞ്ഞു. ഒരുപാട് മുൻപന്തിയിലെത്തേണ്ട നിരവധി ആദിവാസി സമൂഹങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ള സംഘടനകൾ കൂടുതലായി പ്രവർത്തിക്കണമെന്നും കമാൽ വരദൂർ അഭിപ്രായപ്പെട്ടു. 40ഓളം പരിശീലകർ പങ്കെടുക്കുന്ന ക്ലാസ് 3 ദിവസം നീണ്ടു നിൽക്കും. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി രാത്രി 9 മണിക്കാണ് അവസാനിക്കുക. ഡോക്ടർ കെ ഹുസൈൻ, PE ഉഷ, KPU അലി, ഡോക്ടർ ടി സുന്ദരേശൻ നായർ, S ഹരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ സ്പോർട്സ് സയൻസ് എന്ന വിഷയത്തിൽ ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ സ്പോർട്സ് സയൻസസ് എന്ന വിഷയത്തിൽ UGC സഹകരണത്തോടുകൂടി കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ദ്വിദിന സെമിനാറിന് തുടക്കമായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC ഡോക്ടർ M അബ്ദുൽ സലാം ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസത്തിലെ പോരായ്മയും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുമാണ് കായിക മേഖല നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിത്വങ്ങളെ മാതൃകയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. I'm a firm believer of using technology and innovations. Many people were complaining to me through email and all that on various grounds. ഗവൺമെന്റ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പാൾ ഡോക്ടർ R ബിനോയ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോർജ് ജോസഫ് സ്വാഗതം ആശംസിച്ചു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ VP, മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ P സുരേന്ദ്രൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി പ്രൊഫസർ ദേവകുമാർ CV എന്നിവർ ആശംസയർപ്പിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ SS അഭിലാഷ് നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി ധൻജൻ യോജന പദ്ധതിയുടെ ഭാഗമായി സാമ്പത്തിക സാക്ഷരതാ സെമിനാർ സംഘടിപ്പിച്ചു. ഇൻഡോ സ്റ്റേഡിയം ഹാളിൽ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലീഡ് ബാങ്കിന്റെ പ്രതിനിധികൾ പഠന ക്ലാസ് എടുത്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ഫെഡറൽ ആശ്വാസ് സാമ്പത്തിക സാക്ഷരതാ കേന്ദ്രത്തിന്റെയും കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സാമ്പത്തിക സാക്ഷരതാ സെമിനാർ നടത്തി. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഫെഡറൽ ബാങ്ക് DGM TA വർഗീസ് അധ്യക്ഷത വഹിച്ചു. KSWS പ്രൊജക്ട് ഡയറക്ടർ ശ്രീ മോഹൻ കോട്ടൂർ സ്വാഗതം പറഞ്ഞു. ഭാരതീയ റിസർവ് ബാങ്ക്, NABARD, ലീഡ് ബാങ്ക് എന്നിവരുടെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തല പ്രതിനിധികൾ, ബാങ്ക് ജീവനക്കാർ, കുടുംബശ്രീ, ജനശ്രീ പ്രവർത്തകർ സെമിനാറിൽ പങ്കെടുത്തു. ബാങ്കിംഗ് മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണ പകരുക, സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക, കൊള്ളപ്പലിശക്കാരിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവ ലക്ഷ്യമിട്ട് കോഴിക്കോട് ലീഡ് ബാങ്ക് ഹെഡ് സജികുമാർ, കോഴിക്കോട് RCT ഡയറക്ടർ കൃഷ്ണനുണ്ണി എന്നിവർ പഠന ക്ലാസ് നടത്തി. രാമനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസകോയ, കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ എന്നിവർ സംസാരിച്ചു. കൊയിലാണ്ടിയിൽ വാഹന കാൽനടയാത്ര ദുഷ്കരമാക്കുന്ന തടസ്സങ്ങൾ നീക്കം ചെയ്തു. കൊയിലാണ്ടി നഗരസഭയിലെ അനധികൃത വ്യാപാരത്തിനെതിരെ പരാതി വ്യാപകമായതിനെ തുടർന്നാണ് നടപടിയുണ്ടായത്. ഇതുപോലെ തന്നെ വടകര SP-യുടെ നേതൃത്വത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയിട്ടുണ്ട്. കൊയിലാണ്ടി നഗരസഭ അതിർത്തിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ട്രാഫിക്കിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ഷെഡ് കെട്ടി അനധികൃത വ്യാപാരം നടത്തുന്നവരെയാണ് ഒഴിപ്പിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കൊയിലാണ്ടി നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ അനധികൃത കച്ചവടത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്തുകയും ഒഴിപ്പിക്കുകയും ചെയ്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർ K ദിവാകരൻ, KC മുരളീധരൻ, PK അശോകൻ, KM പ്രസാദ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇതേസമയം കൊയിലാണ്ടി നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് പാൻപരാഗ് പാക്കറ്റുകളുടെ വൻ ശേഖരം പിടികൂടി. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു റെയ്ഡ്. വടകര SP PH അഷ്റഫിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഷാഡോ പോലീസ് റെയ്ഡ് നടത്തിയത്. ഹാൻഡ് സ്കൂൾ, ഗണേഷ് തുടങ്ങിയവയുടെ 1500ഓളം പാക്കറ്റുകളാണ് പിടികൂടിയത്. സംഭവത്തിൽ പന്തലായനി സ്വദേശി സുരേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരു മംഗല്യമുണ്ട്. ആ മംഗല്യത്തിൽ ഒരു പട്ടുണ്ട്. ആ പട്ടിന് ഇനി 10 പ്രത്യേകതകളുണ്ട്.
കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സൗഗന്ധിക പെർഫെക്റ്റ് ടൺ. ഷെയ്ഡ്, ടെക്സ്ചർ, ബ്ലെൻഡ് തുടങ്ങി നെയ്ത്തിലെ 10 പൊരുത്തങ്ങൾ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സാരി. പെർഫെക്റ്റ് 10 ഫ്രം കല്യാൺ സിൽക്സ്. മംഗല്യപ്പട്ടിന് ഇനി 10-ൽ 10 പൊരുത്തം. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. കേരള സർക്കാരിന്റെ കയർ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്, പൊന്നാനി, തൃശൂർ പ്രൊജക്ട് ഓഫീസുകളിലെ ഭരണവിഭാഗം ജീവനക്കാരുടെ 5 ദിവസത്തെ പരിശീലന പരിപാടി ആരംഭിച്ചു. 24 തുടങ്ങിയ പരിപാടി 28 അവസാനിക്കും. കേരള സർക്കാരിന്റെ കയർ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്, കണ്ണൂർ, പൊന്നാനി, തൃശൂർ പ്രൊജക്ട് ഓഫീസുകളിലെ ഭരണവിഭാഗം ജീവനക്കാരുടെ 5 ദിവസത്തെ പരിശീലന പരിപാടി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. 24-ന് ആരംഭിച്ച പരിശീലന പരിപാടി 28 വരെ നീണ്ടുനിൽക്കും. കേരള വികസന നിയമം, വിവരാവകാശ നിയമം, സേവനാവകാശ നിയമം എന്നീ തലത്തിൽ പരിജ്ഞാനമുള്ള ജീവനക്കാരാണ് ഇവിടെ ക്ലാസ് നൽകുന്നത്. KP രാജൻ ആണ് പരിപാടിയുടെ കോർഡിനേറ്റർ. ഈ ജോലിയുമായി, അവർ ചെയ്യുന്ന ജോലിയുമായി പരിചയപ്പെടുത്തുക, നല്ല രീതിയിൽ എഫിഷ്യൻസി വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. 32 പേർക്ക് പരിശീലനം നൽകുന്ന ക്ലാസ് രാവിലെ 10 മുതൽ 5 വരെയാണ്. CPIM കോട്ടൂളി ലോക്കൽ സമ്മേളനം MT ബാലൻ നഗറിൽ വെച്ച് നടന്നു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ അവയവദാന സമ്മതപത്രം നൽകിക്കൊണ്ടാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നത്. സമ്മതപത്രം T ദാസൻ ഏറ്റുവാങ്ങി. CPIM കോട്ടൂളി ലോക്കൽ സമ്മേളനം MT ബാലൻ നഗറിൽ വെച്ച് നടന്നു. ലോക്കൽ സമ്മേളന പ്രതിനിധികളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അവയവദാന സമ്മതപത്രം നൽകിക്കൊണ്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. T ദാസൻ സമ്മതപത്രം ഏറ്റുവാങ്ങി. സമ്മേളനം പാർട്ടി ചട്ടക്കൂട്ടിൽ മാത്രം ഒതുക്കി നിർത്താതെ പൊതുജന പങ്കാളിത്തത്തോടെ ജീവകാരുണ്യത്തിന്റെ പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. M കൃഷ്ണൻ, PM ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CATU നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. LIC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PP കൃഷ്ണൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 27, 28 എന്നീ തീയതികളിൽ അതോറിറ്റി കേന്ദ്ര കാര്യാലയത്തിനു മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുന്നു. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ഇടക്കാലാശ്വാസം നൽകുക, വാട്ടർ അതോറിറ്റിയിലെ ERP നടപടികൾ നിർത്തിവെക്കുക, രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലമാറ്റങ്ങൾ അവസാനിപ്പിക്കുക, പെൻഷൻ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക, ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അനുവദിക്കുക, സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ മെക്കാനിക്കൽ സൂപ്രണ്ട് തസ്തിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂണിയൻ സംസ്ഥാന കൌൺസിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുന്നത്. LIC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PP കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. K സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ B വിജയൻ സ്വാഗതം പറഞ്ഞു. CP സുലൈമാൻ, E സുബ്രഹ്മണ്യൻ, KP ഉസ്മാൻ കോയ എന്നിവർ സംസാരിച്ചു. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രഘുനാഥ് അഭിവാദ്യവും കൊയിലാണ്ടി ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് ബാബു നന്ദിയും പറഞ്ഞു. നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജീവനക്കാരുടെ ഇന്നലെ വരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് ഡീലർമാർ യാർഡിൽ സൂക്ഷിക്കുന്ന പുത്തൻ ബൈക്കുകൾ മോഷ്ടിച്ചു വിൽക്കുന്ന കുട്ടികളടങ്ങിയ സംഘത്തെ നടക്കാവ് പോലീസ് പിടികൂടി. നടക്കാവ് SI G ഗോപകുമാറിന്റെ നേതൃത്വത്തിലാണ് സംഘത്തെ പിടികൂടിയത്. ഒക്ടോബർ 4-ലാണ് KVR മോട്ടോഴ്സിന്റെ യാർഡിൽ നിന്നും രണ്ട് ബൈക്കുകൾ മോഷണം പോയത്. ഇരുചക്രവാഹന ഷോറൂമിന്റെ യാർഡിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ചു വിൽക്കുന്ന 6-അംഗ സംഘത്തെ നടക്കാവ് SI G ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു.
നടക്കാവ് KVR മോട്ടോഴ്സിന്റെ യാർഡിൽ നിന്ന് 2 പൾസർ ബൈക്കുകൾ മോഷ്ടിച്ച നരുക്കിനി പാറന്നൂർ കൊല്ലേരിക്കൽ മീത്തൽ വീട്ടിൽ കെ വിഷ്ണു സുരേഷ്, തലക്കുളത്തൂർ പുതുക്കാട്ടുകടവ് പടിഞ്ഞാറെ പുനത്തിൽ വീട്ടിൽ PP അഖിൽ ശശി, ബൈക്ക് വാങ്ങിയ തലക്കുളത്തൂർ പുതുക്കാട്ടുകടവ് പുനത്തിൽ വീട്ടിൽ P വൈശാഖ് ദയാനന്ദൻ, വാഹനം മോഷ്ടിക്കാനും വിൽക്കാനും ഇടനിലക്കാരുമായ 3 17 വയസ്സുകാരുമാണ് അറസ്റ്റിലായത്. ഇരുവരും തലക്കുളത്തൂർ ഭാഗത്തുള്ളവരാണ്. റോഡിലോടുന്ന പുതിയ പൾസർ ബൈക്കുകളുടെ നമ്പർ മോഷ്ടിച്ച ബൈക്കിൽ എഴുതി വെച്ചാണ് വൈശാഖ് ബൈക്ക് ഉപയോഗിച്ചിരുന്നത്. ഒക്ടോബർ 4-നും 6-നും ഇടയിലാണ് ബൈക്കുകൾ മോഷണം പോയത്. യാർഡിന്റെ മതിൽ തകർത്ത് വിഷ്ണുവും അഖിലും 17 വയസ്സുകാരൻ ചേർന്ന് മോഷ്ടിക്കുകയായിരുന്നു. പുത്തൻ വാഹനത്തിന്റെ താക്കോൽ വാഹനത്തിൽ തന്നെ സൂക്ഷിക്കുന്നതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഇത് അറിഞ്ഞിരുന്നില്ല. ബൈക്കുകളിലൊന്ന് വിഷ്ണു ഉപയോഗിച്ചു വരികയായിരുന്നു. ഈ ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൈശാഖിന്റെ പ്രേരണ പ്രകാരമാണ് മറ്റുള്ളവർ ബൈക്ക് മോഷ്ടിച്ചതെന്ന് പോലീസ് പറയുന്നു. യാർഡിൽ നിന്ന് കടത്തിയ ബൈക്കിന് 20,000 രൂപ നൽകാമെന്നായിരുന്നു കരാർ. 10,000 രൂപ വൈശാഖ് വിഷ്ണുവിനും മറ്റുമായി നൽകിയിട്ടുണ്ട്. മോഷണ വസ്തുവെന്നറിഞ്ഞതുകൊണ്ട് തന്നെ ബൈക്ക് വാങ്ങുകയും വ്യാജ നമ്പർ ഉപയോഗിച്ച് ഓടിക്കുകയും ചെയ്തതിനാണ് വൈശാഖിനെതിരെ 7 വർഷം തടവ് ലഭിക്കാവുന്ന വകുപ്പനുസരിച്ച് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. നടക്കാവ് അഡീഷണൽ SI പുരുഷോത്തമൻ, ASIമാരായ K പ്രകാശൻ, PS വിജയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ K ശ്രീനിവാസൻ, A അനിൽകുമാർ, P പ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുറഹിമാൻ, സന്തോഷ് കുമാർ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. 3 പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു. മുംബൈ ഭീകരാക്രമണ സ്മരണയിൽ ജില്ലയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ചെറുവണ്ണൂരിൽ രംഗവേദി നേതൃത്വത്തിൽ മധുര ബസാറിലും ഇന്ത്യൻ അഗെയിൻസ്റ്റ് കറപ്ഷൻ നേതൃത്വത്തിൽ മാനാഞ്ചിറ പരിസരത്തുമാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. മുംബൈ ഭീകരാക്രമണ വാർഷികത്തിന്റെ ഭാഗമായി ആക്രമണത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറ സ്ക്വയറിൽ ദീപം തെളിയിച്ചു. M സദാനന്ദൻ പ്രതിജ്ഞ ചൊല്ലി. MK നാരായണൻ, ശ്രീവത്സൻ, ബാലകൃഷ്ണൻ കണ്ണഞ്ചേരി, CP രാജഗോപാൽ, KP വിജയകുമാർ, ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. മുംബൈ ഭീകരാക്രമണത്തിന്റെ സ്മരണ പുതുക്കി രംഗവേദി ചെറുവണ്ണൂരിന്റെ നേതൃത്വത്തിൽ ദേശസ്നേഹ സംഗമവും മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. മധുര ബസാറിൽ നടന്ന ചടങ്ങിൽ ക്യാപ്റ്റൻ വിക്രമിന്റെ പിതാവ് കേണൽ PKPV പണിക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T മൊയ്തീൻ കോയ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രമോദ് ഐക്കിരപ്പടി, യുവജനക്ഷേമ ബോർഡ് അംഗം A ഷിയാലി, T ശിവദാസൻ, ശശിധരൻ ഫറോക്ക്, സിസിലി ജോൺ, മനോജ് മേനോത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പ്രതിഭകൾ, ഹിന്ദി സാഹിത്യരചനാ മത്സര വിജയികൾ, വിവിധ മേഖലകളിലെ പുരസ്കാര ജേതാക്കൾ എന്നിവരെ ആദരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാര ജേതാവ് VM വിജയൻ, ലിബി പബ്ലിക്കേഷൻസ് MD MV അക്ബർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എളമരം കരീം MLA നിർവഹിച്ചു. ചടങ്ങിൽ വെങ്കളത്ത് വിജീഷ് ഡിസൈൻ ചെയ്ത സ്കൂൾ വെബ്സൈറ്റിന്റെ പ്രകാശനവും നടന്നു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA എളമരം കരീമിന്റെ 2012-13 പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ വെബ്സൈറ്റ് ഉദ്ഘാടനവും സ്കൂൾ അങ്കണത്തിൽ നടന്നു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷനായ പരിപാടി എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഉഷാദേവി ടീച്ചർ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ T രജനി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബിൽഡിംഗ് കരാറുകാരൻ പവിത്രൻ CP, സ്കൂൾ വെബ്സൈറ്റ് ഡിസൈനർ വിജീഷ് വെങ്കളത്ത്, വിദ്യാർത്ഥികളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണം പിരിച്ചു തന്ന രക്ഷിതാവ് M സജീവൻ, വിദ്യാർത്ഥിനി രേവതി ദാസ്, +2 B ക്ലാസിനെ പ്രതിനിധീകരിച്ച് സാബിറ ടീച്ചർ, സ്കൂൾ ലീഡർ അരുൺ T, ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു വിദ്യാർത്ഥിയെ രക്ഷിച്ച അധ്യാപകനായ അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ശാസ്ത്രമേളയിൽ ടീച്ചിംഗ് എയ്ഡിൽ 1ാം സ്ഥാനം നേടിയ അധ്യാപകൻ ജോബി ആൽബർട്ട്, ജില്ലാ ശാസ്ത്രമേളയിൽ വെജിറ്റബിൾ പ്രിന്റിംഗിൽ 1ാം സ്ഥാനവും സംസ്ഥാനതല മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്ത വിദ്യാർത്ഥികളായ വർഷ സാജൻ, ദേവിക EP എന്നിവരെ അനുമോദിക്കുകയും ചെയ്തു. കൌൺസിലർ ജലജ, MPTA പ്രസിഡന്റ് P പ്രസിജ, കരുവള്ളി ശശിധരൻ, V അബ്ബാസ് മാസ്റ്റർ, P ശശികുമാർ, K രാജീവൻ, TK അബ്ദുൽ ഗഫൂർ, K വിശ്വനാഥൻ, VP അബ്ദുൽ ജബാർ, മുരളി കക്കാടത്ത്, KP ഹുസൈൻ, KB മുസ്തഫ, പ്രധാനാധ്യാപിക V ജീജ, പ്രിൻസിപ്പൽ PJ ലൂസി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി തുലാം 29, 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ശ്രീ ശബരിമല മേലുദിക്കുന്ന ഈ
നിർധനരായ 201 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരള സംസ്ഥാന ക്ഷീരകർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ദേശീയ ക്ഷീരകർഷക ദിനാചരണവും ഡോക്ടർ വർഗീസ് കുര്യൻ അനുസ്മരണവും നടത്തി. INDC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മിൽമ മലബാർ മേഖല മുൻ ചെയർമാൻ PP ഗോപിനാഥപിള്ളയെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷീരമേഖലയിലെ വാണിജ്യവൽക്കരണം പാലിന്റെ ഗുണനിലവാരം കുറയുന്നതിനും ക്ഷീരകർഷകർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിനും കാരണമായെന്ന് INDC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ പറഞ്ഞു. കേരള സംസ്ഥാന ക്ഷീരകർഷക കോൺഗ്രസ് INTUC ദേശീയ ക്ഷീര ദിനാചരണവും ഡോക്ടർ വർഗീസ് കുര്യൻ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിക്ഷസ്ഥലിൽ നടന്ന ചടങ്ങിൽ മിൽമ മലബാർ മേഖല മുൻ ചെയർമാൻ ഗോപിനാഥപിള്ളയെ ആദരിച്ചു. ക്ഷീരശ്രീ ജില്ലാ പ്രസിഡന്റ് AP പീതാംബരൻ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജോയ്പ്രസാദ് പുളിക്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ജോബീഷ് തലക്കുളത്തൂർ, KPCC നിർവാഹക സമിതി അംഗം VT സുരേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി PK സന്ദീപ് വേങ്ങേരി, DCC അംഗം P അനിൽ ബാബു, മൊയ്തു നാറാത്ത്, JB വി കുറ്റിയിൽ, PM രാധാകൃഷ്ണൻ പെരുമണ്ണ, K സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി മാനാഞ്ചിറ മൈതാനമാക്കുന്നതിൽ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത്. പുരോഗമന കലാ സാഹിത്യ സംഘം, മാനാഞ്ചിറ പ്രതികരണ വേദി എന്നിവർ പ്രതിഷേധ സമരങ്ങൾ നടത്തി. ജനകീയ കൂട്ടായ്മയായ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ ജനങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ സ്കൂൾ കലാമേള നടത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധമിരമ്പി. അധികാരികൾ ആരായാലും അനുവദിക്കുകയില്ല. പുരോഗമന കലാ സാഹിത്യ സംഘം, പ്രതികരണ വേദി എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് ബുധനാഴ്ച സ്ക്വയറിൽ പ്രതിഷേധമുയർന്നത്. പുരോഗമന കലാ സാഹിത്യ സംഘം ആഭിമുഖ്യത്തിൽ മാനിഷാദ എന്ന പേരിലുള്ള പ്രതിഷേധം പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു വഴിയുമില്ലെങ്കിൽ മാത്രമേ കലാമേള മാനാഞ്ചിറയിൽ നടത്തേണ്ടതുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വപ്നനഗരിയിൽ മേള നടത്തിയാൽ മന്ത്രി മുനീറിന് കമ്മിറ്റി ചെയർമാനാകില്ല എന്ന രീതിയുണ്ടെങ്കിൽ അവിടെയും മുനീറിന് സ്ഥാനം നൽകുന്നതിൽ ആർക്കും എതിർപ്പില്ലെന്നും MLA പറഞ്ഞു. 3 വേദികളെ കുറിച്ചുള്ള നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അതിലൊന്ന് മാനാഞ്ചിറയും, മറ്റൊന്ന് സ്വപ്നനഗരിയും, മറ്റൊന്ന് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടുമാണ്. ഇതിലേതും തീരുമാനിക്കാം. PMV പണിക്കർ അധ്യക്ഷം വഹിച്ചു. TV ബാലൻ, TV രാജൻ, KKC പിള്ള, BC നായർ എന്നിവർ സംസാരിച്ചു. പ്രതികരണ വേദി ആഭിമുഖ്യത്തിലുള്ള പ്രതിഷേധ പരിപാടി A വാസു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷാജി സുന്ദർ അധ്യക്ഷം വഹിച്ചു. ഫൈസൽ നടുവട്ടം, യൂനസ് പരപ്പിൽ, മാനാഫ് കല്ലായി, മുജീബ് റഹ്മാൻ, അശോകൻ, ഷാജി നടക്കാവ് എന്നിവർ സംസാരിച്ചു. അലോപ്പതി മരുന്ന് കമ്പനികളുടെ ഭീഷണി നേരിടാൻ ആയുർവേദവും ഹോമിയോപ്പതിയും അടക്കം സമാന്തര ചികിത്സാ രീതികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് ഗാന്ധിജിയുടെ പൗത്രി ഇള ഗാന്ധി. ഗ്ലോബൽ ഹോമിയോപ്പതി ഫൗണ്ടേഷന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഫൗണ്ടേഷന്റെ അന്താരാഷ്ട്ര രക്ഷാധികാരി സ്ഥാനവും അവർ ഏറ്റെടുത്തു. അലോപ്പതി മരുന്ന് കമ്പനികൾ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ഹോമിയോ, ആയുർവേദം തുടങ്ങിയ ഇതര ചികിത്സാ രീതികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് ഗാന്ധിജിയുടെ പൗത്രി ഇള ഗാന്ധി പറഞ്ഞു. ഗ്ലോബൽ ഹോമിയോപ്പതി ഫൗണ്ടേഷന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഹോമിയോ പോലുള്ള ചികിത്സാ രീതികളെ പുറത്താക്കാനുള്ള ശ്രമം മരുന്ന് കമ്പനികൾ നടത്തുന്നുണ്ട്. കാരണം ഇതിലേക്ക് ആളുകൾ കൂടുമ്പോൾ മരുന്ന് വിറ്റ് പണമൂറ്റുന്നവരുടെ തന്ത്രങ്ങൾ ഏൽക്കാതെ വരും. ഇത് പോരാത്തതിന് മരുന്ന് കമ്പനികൾ നമ്മുടെ പരമ്പരാഗത മരുന്നുകൾ കവർന്നെടുത്ത് അവരുടേതാക്കി പാറ്റന്റ് നേടുകയും ചെയ്യുന്നുണ്ടെന്നും ഇള ഗാന്ധി പറഞ്ഞു. ഗ്ലോബൽ ഹോമിയോപ്പതി ഫൗണ്ടേഷന്റെ രാജ്യാന്തര രക്ഷാധികാരി സ്ഥാനം അവർ ഏറ്റെടുത്തു. The most important thing for me about alternate medicine is that you are thinking about creating wellness in people. വൈസ് ചെയർമാൻ ഡോക്ടർ ഇസ്മായിൽ സേഠ് അധ്യക്ഷം വഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ശ്രീവത്സൻ G മേനോൻ,
IHMA ജനറൽ സെക്രട്ടറി ഡോക്ടർ TK ഹരീന്ദ്രനാഥ്, ഡോക്ടർ CJ തിലക്, ഡോക്ടർ ജയേഷ് സാങ്വി, R ജയന്ത് കുമാർ എന്നിവർ സംസാരിച്ചു. ഇനി ഉത്സവ വിശേഷങ്ങൾ. ബേപ്പൂർ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ വിശുദ്ധ അന്ത്രോസിന്റെ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി. നവംബർ 26 മുതൽ ഡിസംബർ 1 വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. റവറന്റ് ഫാദർ ഡോക്ടർ തോമസ് പനിക്കൽ കൊടിയേറ്റം നടത്തി. ദിവ്യബലിക്ക് റവറന്റ് ഫാദർ ഡോക്ടർ അലേഷ്യസ് കുളങ്ങരയും സംഘവും നേതൃത്വം നൽകി. റവറന്റ് ഫാദർ സേവ്യർ വലിയേകം മുഖ്യ കാർമ്മികനായി പങ്കെടുത്തു. സെന്റ് മേരീസ് കുടുംബ യൂണിറ്റാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. രണ്ടാം ദിനം ജപമാല, ധ്യാനം, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ മാവൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ വികാരി ഫാദർ ഡാനി ജോസഫ്, റവറന്റ് ഫാദർ ജോണി MSFS, റവറന്റ് ഫാദർ പോൾ പേഴ്സി ഡിസൽവ, ഡോക്ടർ തോമസ് പനിക്കൽ എന്നിവർ നേതൃത്വം നൽകും. തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോർജ് കുട്ടി PJ, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ജോയ്മോൻ തറമൽ, റവറന്റ് ഫാദർ ഡോക്ടർ തോമസ് പനിക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. വാർത്തകൾ ചുരുക്കത്തിൽ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വായ്പകൾ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംബേദ്കർ ജനപരിഷത്തും SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷനും നിരാഹാര സമരത്തിനൊരുങ്ങുന്നു. ഡിസംബർ 1-2 തീയതികളിൽ കേരള നിയമസഭാ മന്ദിരത്തിന് മുൻപിലാണ് 48 മണിക്കൂർ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നതെന്ന് ചെയർമാൻ രാംദാസ് വേങ്ങേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡിസംബർ 31-നുള്ളിൽ പട്ടികജാതിക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളുവാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ 2015 ജനുവരി 5 മുതൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ മരണം വരെ നിരാഹാര സമരം അനുഷ്ഠിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പുരോഗമന കലാ സാഹിത്യ സംഘം വനിതാവേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശാന്താദേവി അനുസ്മരണം സംഘടിപ്പിച്ചു. KGOA ഹാളിൽ നടന്ന പരിപാടി കുട്ടിയെടുത്തി വിലാസിനി ഉദ്ഘാടനം ചെയ്തു. സാവിത്രി ശ്രീധരൻ, VB നായർ, സതി R, P സൗദാമിനി, CN സുഭദ്ര, TV ലളിതപ്രഭ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ശാന്താദേവിയുടെ പേരിൽ സ്മാരകം നിർമ്മിക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഡിസംബർ 18 മുതൽ 21 വരെ കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ നടക്കുന്ന 37ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മർക്കസ് എക്സ്പോ ഡിസംബർ 16-ന് ആരംഭിക്കും. കാർഷികം, ടെക്നോഫെസ്റ്റ്, ജനറൽ എക്സിബിഷൻ എന്നീ വിഭാഗങ്ങളിലായാണ് എക്സ്പോ തയ്യാർ ചെയ്തിരിക്കുന്നത്. അപൂർവങ്ങളായ വിന്റേജ് കാറുകൾ, മേൽത്തരം ലക്ഷറി കാറുകൾ കൂടാതെ ആധുനിക വാസ്തു ശില്പരീതികൾ, വാർത്താവിനിമയ രംഗത്തെ നൂതന ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് മർക്കസ് എക്സ്പോ സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ STU ബേപ്പൂർ മേഖലാ കൺവെൻഷൻ STU സംസ്ഥാന പ്രസിഡന്റ് U പോക്കർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CP സുബൈർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി KP സുൽഫിക്കർ, ജില്ലാ പ്രസിഡന്റ് KP സുബൈർ, STU ജില്ലാ സെക്രട്ടറി KP റസാഖ്, അഹമ്മദ് കോയ, അബ്ദു, MI മുഹമ്മദ്, K സലീം, PPC നദീർ, PP ഹസൻ കോയ എന്നിവർ സംസാരിച്ചു. കൌൺസിലർ KK സൈഫുനിസ ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു. കാലിക്കറ്റ് പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷൻ 29ാം വാർഷികം ആഘോഷിക്കുന്നു. 1986-ൽ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ എല്ലാ പ്രാവു പറത്തൽക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിച്ചതാണ് കാലിക്കറ്റ് പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷൻ. 29ാം വാർഷിക സമ്മേളനത്തിൽ 69 മെമ്പർമാർക്ക് 13 മണിക്കൂർ മുതൽ 13.5 മണിക്കൂർ വരെ പ്രാവുകളെ പറത്തി വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകും. ഡിസംബർ 30-ാം തീയതി വൈകിട്ട് 6 മണിക്ക് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. CWRDM-ന്റെയും വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ സൗത്ത് ഏഷ്യയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റാംസർ തണ്ണീർത്തടങ്ങളുടെ മാനേജ്മെന്റ് പ്ലാൻ എന്ന വിഷയത്തിൽ നവംബർ 28-ന് ശില്പശാല നടത്തുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കവ്വായി തണ്ണീർത്തടത്തിന്റെ പരിപാലനത്തിനായി CWRDM തയ്യാറാക്കിയ മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. വെറ്റ്ലാൻഡ് ഇന്റർനാഷണലുമായി ചേർന്ന് റാംസർ തണ്ണീർത്തടങ്ങൾക്ക് അന്താരാഷ്ട്ര ഫണ്ടുകൾ ലഭ്യമാക്കുന്ന തരത്തിൽ മാനേജ്മെന്റ് ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത വികസനം കരമന കളിയേക്കവിള മാതൃകയിൽ കോഴിക്കോട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NH17 ജനകീയ കർമ്മസമിതി കളക്ടറേറ്റ് മാർച്ച് നടത്തി. മുപ്പതിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് BSNL നോൺ എക്സിക്യൂട്ടീവ് ജീവനക്കാർ അഖിലേന്ത്യാ വ്യാപകമായി പണിമുടക്കി. ആദിവാസികൾക്കിടയിൽ സാക്ഷരത വളർത്തിയെടുക്കുന്ന ഉദ്ദേശത്തോടെ ആദിവാസി സാക്ഷരതാ ശില്പശാലയ്ക്ക് കോഴിക്കോട് തുടക്കം.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ